ലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചി അച്ചാറാണ്. അതിനാവശ്യമായ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം, ചെറുതായിട്ട് എന്നിട്ട് മൂപ്പിച്ചെടുക്കണം. നീളത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. നീളത്തിൽ വട്ടത്തിലല്ലേ? കനം കുറച്ചല്ലേ? ഇത് പൊടിച്ചെടുക്കണം ഇല്ലേ? ഇത് നമ്മൾ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ട് എണ്ണ ചൂടാക്കി അതിനകത്തിട്ട് മൂപ്പിച്ച് കോരിയെടുക്കണം. എന്നിട്ട് മൂപ്പിച്ച് കോരിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് മൂക്കരുത്, ഇളം ബ്രൗൺ കളർ. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് പൊടിച്ചെടുക്കണം. അത് ഇഞ്ചി നമുക്ക് കുറവായതുകൊണ്ട് നമുക്കതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇച്ചിരി മുളക് പൊടി, ഒരു നുള്ളു മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, ജീരകപ്പൊടി, കായപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്താൽ മതി. പിച്ചാത്തിക്ക് നല്ല വെച്ചിട്ട് ഈ ഇഞ്ചിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതിനാവശ്യമായ വെളിച്ചെണ്ണയാണ് നമ്മൾ എടുത്തിട്ടേക്കുന്നത്. വെളിച്ചെണ്ണയ്ക്കകത്ത് ഇഞ്ചി ഒന്ന് മൂപ്പിച്ച് കോരണം. എന്നിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണ തന്നെ അവസാനം ഇത് ഉണ്ടാക്കാനും തിളച്ച് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി കഷ്ണങ്ങൾ ഇട്ട് ഞാൻ ഇതുപോലാണ് അരിഞ്ഞേക്കുന്നത്. നമുക്ക് ഇതുപോലെ തന്നെ അറുത്ത് കോരിയെടുക്കാം. എന്തായാലും ഒരുപാട് തിളച്ചില്ല വെളിച്ചെണ്ണ, ചൂടായിരുന്നെങ്കിൽ അയ്യോ വിളിയാക്കരുത്. ഇതൊന്ന് മൂപ്പിച്ച് കോരാം. നമുക്ക് എണ്ണയ്ക്കകത്തായതുകൊണ്ട് പെട്ടെന്ന് മൂത്ത് വരും. അതുപോലെ അത് കരിയരുത്, നമ്മൾ മൂത്ത് തന്നെ എടുക്കണം. കരിഞ്ഞു പോയാൽ വേറൊരു ടേസ്റ്റ് ആയിപ്പോവും. ഒന്ന് മൂത്ത് വരട്ടെ. ശരി. നമുക്ക് അതിനാവശ്യമായിട്ടുള്ള പുളിയും കൂടി വേണം. പുളി വെള്ളത്തിലൊന്നിട്ട് വെച്ച് പിഴിഞ്ഞെടുക്കണം. ഇഞ്ചി ബ്രൗൺ കളറായി വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല മണമൊക്കെ ഉണ്ട്. ഇഞ്ചിക്കകത്ത് സാധാരണയായിട്ട് തേങ്ങയൊക്കെ ചേർക്കുന്നതാണല്ലോ. ഇനി തേങ്ങയൊക്കെ വറുത്ത് പൊടിച്ചിടുന്നതാണല്ലോ. വറുത്ത് പൊടിച്ചിട്ട് വെച്ചാൽ നമുക്ക് 3-4 ദിവസമൊക്കെ ഇരിക്കത്തുള്ളൂ. അതേസമയം ഇങ്ങനെ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 മാസം 2 മാസം വരെയൊക്കെ ഇരിക്കാം. അതുപോലെ നനഞ്ഞ സ്പൂണും മറ്റു കാര്യങ്ങളൊന്നും ഇരിക്കാമെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കണം അല്ലേ? നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളിരിക്കും. ഇപ്പം നമ്മുടെ ഇഞ്ചിയൊക്കെ ബ്രൗൺ കളറായി നമുക്കതൊന്ന് കോരി മാറ്റി വെക്കാം. ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റി വെക്കാം. ഇതിൻ്റെ മണമെന്ന് വെച്ചാൽ അതിൽ നമ്മളിൽ ഇതുണ്ടല്ലോ, ചക്കര വരട്ടി, അതിൻ്റെ ഒരു മണമാണ് വരുന്നത്. ഈ പരിപാടി നമ്മൾ ആക്കുന്നുള്ളൂ. നല്ല മണം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ചക്കര വരട്ടി. ഇഞ്ചിയെല്ലാം നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. നമുക്ക് ഈ ഇഞ്ചി ഒന്ന് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് ബാലൻസ് നമുക്ക് മീൻ വറുക്കാനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതിനാവശ്യമുള്ളത് നമ്മൾ എടുത്തതിന് ശേഷം ബാലൻസ് നമുക്ക് അതുണ്ട്. നമ്മൾ ഇഞ്ചി വറുത്ത് കോരി എണ്ണ തന്നെയാണ് കടുക് വറുക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പകുതി എണ്ണ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത്രയും കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. മാറിയിക്കണേ. കടുക് പൊട്ടുന്ന ഭയങ്കര പ്രശ്നക്കാരി. ഇത്തിരി പച്ചമുളക് ഇടുമ്പോൾ ഈ പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ മാറിയിക്കണം. പച്ചമുളക് പൊട്ടിത്തെറിച്ച് കണ്ണിലൊക്കെ വീട് മാറിയിരിക്കണം. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ള പച്ചമുളക് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിയും മറ്റു കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. ഈ കടുക് ഇട്ടതിന് ശേഷം നമ്മൾ ഈ പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ചേർക്കുന്നത്. അതൊരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ. നമ്മൾ പൊടിച്ച് വെച്ചേക്കാതാണ്ട് ഇതേ കണക്ക് നമ്മൾ പൊടിച്ച് എണ്ണയൊന്നും തെളിയുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടിയാൽ മതി. അതുപോലെ നമുക്ക് ഇടാൻ വേണ്ട ആവശ്യമായ സാധനങ്ങൾ നമുക്ക് കുറച്ച് നമ്മുടെ പച്ചമുളകെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടി ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഭയങ്കരമായിട്ടൊന്ന് മൂത്ത് കരിയൊന്നും വേണ്ട, ഒന്ന് വഴന്ന് വരുന്ന വരും. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറുതില്ല, മല്ലിപ്പൊടി, ഒരു കുഞ്ഞ് പൂച്ച്. മുളക് പൊടി തോനെ ഇടുന്നുണ്ട്. 2 സ്പൂണോളം കാണും, ചെറിയ സ്പൂണിന്. പിന്നെ നമ്മൾ ഉലുവാപ്പൊടി അതേ കണക്ക് ഒരു അര ടീസ്പൂൺ കുഞ്ഞ്, ഒരു നുള്ള് ഇട്ടാൽ മതി. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് ജീരകം അതേ കൂട്ട് തന്നെ കുറച്ച് ഒരു സ്വല്പം. ഇത് നല്ലോണമൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കും. നല്ലോണമൊക്കെ
മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പൊടിച്ച് വെച്ചേക്കുന്ന അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് ചേർത്തു. നല്ല മണം. ജീരകത്തിൻ്റെയും ഇഞ്ചിയുടെയും സൂപ്പർ മണം. നമുക്ക് ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം. അതിന് പറ്റിച്ചെടുക്കണം അല്ലേ? പറ്റി വരണം. നമ്മൾ ഇത് രസം പോലെ ആയിട്ടുണ്ട്. നമ്മളിതിനകത്ത് ഉപ്പ് ചേർത്തില്ലല്ലോ. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. ഇനി നമ്മൾ മഞ്ഞപ്പൊടിയും ചേർത്ത് പിന്നെ ഉപ്പും കായപ്പൊടി ഇടണം. കായപ്പൊടിയും പിന്നെ നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിയും ഇതും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറച്ച് പറ്റി വരുമ്പോൾ ഉപ്പ് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വെള്ളം ഉണ്ടായിട്ടല്ല, ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കാവുള്ളൂ. പറ്റി വരുമ്പോൾ എന്നിട്ട് ഉപ്പ് കാണും. കായപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ പൊടി നമ്മൾ ഇത്ര എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് ഒരു നുള്ള്, ഒരുപാടൊന്നും വാരി ഇടരുത്. നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പുളിയും കൂടെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത്. നമുക്ക് തോനെ സാധനം ഉണ്ടെങ്കിൽ നമ്മൾ ഉപ്പും പുളിയും അതനുസരിച്ച് എടുക്കണം. ഇത് നമുക്ക് കുറച്ചേ ഉള്ളതുകൊണ്ട് നമ്മൾ അത്ര എടുത്തിട്ടുള്ളൂ. നമുക്ക് പുളി നോക്കിയതിന് ശേഷം പുളി ഉപ്പും ഉണ്ടോ നോക്കിയതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നല്ലോണമൊക്കെ ഒന്ന് പറ്റി വരട്ടെ. ശകലം പുളി മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഒരുപാടാവരുത്. അച്ചാറൊക്കെ ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലോണമൊക്കെ തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പുളിയും ഉപ്പും ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു തുള്ളി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കര ഉള്ളൊരു ശർക്കര ഇട്ടാലും മതി. നമ്മൾ ഒരു നുള്ള ഇടുന്നുള്ള ഒരു നുള്ളി ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാടൊന്നും ചേർക്കണ്ട. ഉണ്ടോ നമ്മുടെ ഇഞ്ചി അച്ചാറിൻ്റെ ഭംഗിയുണ്ടോ? മറ്റേ ഇത് ഭംഗി മാത്രമൊക്കെ ഉണ്ട് ഇതിന് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചി അച്ചാറാണ്. എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് നമുക്ക് നല്ല നമ്മുടെ ഉത്സവവും നമ്മുടെ ഓണവും ഒക്കെ വരുമ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇഞ്ചി അച്ചാറൊക്കെ. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണം. നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മുടെ കറി ഐറ്റംസ് ക്യാരറ്റും ക്യാബേജും ബീട്രൂട്ടും എല്ലാം കൂടിയിട്ടുള്ള തോരൻ, പിന്നെ ചമ്മന്തി, ഇനി നമ്മുടെ മാങ്ങ അച്ചാറ്. മാങ്ങ അച്ചാർ ഞാനുണ്ടാക്കിയ സ്പെഷ്യൽ മാങ്ങ അച്ചാറാണ്. പിന്നെ വറുത്ത മീൻ, മത്തി വറുത്തതാണ്. മുരിങ്ങയിലക്കറി ഉപ്പ ചേച്ചി ഉണ്ടാക്കിയാണ്. എന്താണെന്ന് അറിയാവോ? എന്നിട്ട് നമ്മുടെ സ്പെഷ്യൽ ഇഞ്ചി അച്ചാർ. ഇനി നമുക്ക് കഴിക്കാം.